guys, welcome back to my YouTube channel. ഗൈസ്, നമ്മൾ ഇന്ന് കസിൻസ് ആയിട്ട് ഒരു ചെറിയ മിനി വ്ളോഗാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചെറിയൊരു ട്രിപ്പ്. ഇവിടെ അടുത്ത് നമ്മൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയതാണ്. ഇവിടെ അടുത്തൊരു എക്കോ പാർക്ക് ഉണ്ട്. അവിടെ നമ്മൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പം ഒരാൾക്ക് 10 രൂപ വെച്ച് അങ്ങനെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി. പ്രത്യേകിച്ച് ഇവിടെ വലിയ റൈഡ്സും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. പിന്നെ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാം, പിന്നെ കുറേ റൈഡ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് അവിടെ തന്നെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരുപാട് ഇതുപോലത്തെ കൊച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്കൊന്നും കയറാൻ പറ്റത്തില്ല. ഇതൊക്കെ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത്ര ഏജിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. ഞങ്ങൾക്ക് കയറാൻ വേണ്ടി ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഇതുപോലെ കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അതുപോലെ ഊഞ്ഞാലാടാൻ പറ്റും കേട്ടോ. ഞങ്ങൾ അവിടെ കുറേ നേരം ഇതിൽ തന്നെ, നമുക്ക് കയറാൻ പറ്റുന്ന വേറെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഈ റൈഡിൽ. കുറച്ച് തല കറങ്ങുമെങ്കിലും കുറേ നേരം ഞങ്ങൾ ഇതിൽ തന്നെ ഇരുന്നു. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു ഗൈസ്, നല്ല വെയിലായിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ നല്ല ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല കട്ട വെയിലായിരുന്നു, നല്ല ചൂടും. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു ഇതുപോലെ കുറേ വീഡിയോസും പിന്നെ നമ്മുടെ തന്നതായ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല കോമഡി ആയിരുന്നു. ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് എല്ലാ കസിൻസൊന്നും ഇല്ല, ഞങ്ങൾ 3 പേര് പെട്ടെന്ന് പ്ലാൻ ചെയ്തേ ആയതുകൊണ്ട് തന്നെ അത്രയും നേരം അവിടെ തന്നെ കുറച്ച് നേരം നമുക്കവിടെ, നമ്മൾ വേറെ എവിടെ ഇന്ന് പോകുന്നില്ല. അപ്പം അവിടെ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഊഞ്ഞാലിൽ തന്നെ ഞങ്ങൾ കുറേ നേരം മാറി ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നു കേട്ടോ. മാറി ഒരാൾ കയറുമ്പോൾ അടുത്തയാൾ കയറുമ്പോൾ അടുത്തയാൾ, അങ്ങനെ ആട്ടിത്തരാൻ ആരെങ്കിലും വേണമല്ലോ. പിന്നെ നമ്മൾ ഞങ്ങൾ റീലെടുക്കാൻ തീരുമാനിച്ചായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് കേട്ടോ. നമ്മൾ ഏതൊക്കെ എടുക്കണം, അല്ലെങ്കിൽ അതിനുള്ള സെലക്ഷൻ ടൈമായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ നേരം അതിനു വേണ്ടി തന്നെ കുറേ പ്രിപ്പറേഷനൊക്കെ നടത്തി. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് സാറ്റർഡേ ആണെങ്കിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളും കുറച്ച് 2-3 പേര് ഞങ്ങൾ ചെന്നപ്പം ഞങ്ങളും വേറെ 2 ടീംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ തന്നെയായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ടൈം ഇന്ന് സ്പെൻഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ വേറെ ഫുഡ് അങ്ങനെയൊന്നും കരുതിയിട്ടില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ പുറത്ത് അത്യാവശ്യം വെള്ളം സ്നാക്സൊക്കെ വാങ്ങിക്കാനുള്ള സ്ഥലമുണ്ട്. ഞങ്ങൾ പിന്നെ വെള്ളമൊക്കെ വാങ്ങിച്ചായിരുന്നു. ഞങ്ങൾ വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും വേറെ കരുതിയിട്ടൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ്. ഇരുട്ടിയിൽ വന്ന് ഓട്ടോയും പിടിച്ച് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ സാധനങ്ങളൊന്നും കരുതിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഹായ്, നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. ഇനി നമ്മൾ പോകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട്, ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇവിടെ കുറച്ച് റൈഡൊക്കെ ഉള്ളൂ, അത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഉള്ളൂ. മാക്സിമം നമ്മൾ ഊഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ കയറി. ഇനി നമ്മൾ തിരിച്ച് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ഓക്കെ ഗായ്സ്, ബൈ. ആളു, ഇന്നത്തെ ട്രിപ്പിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇനി ഇവിടെ വരുമോ? തീർച്ചയായിട്ടും. നയന, എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, അടിപൊളിയാണോ? ഇനി വരുമോ ഇങ്ങോട്ട്? തീർച്ചയായും. മുഖത്തോട്ട് വെക്കൂ, മുഖത്തേക്ക് വെക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. ഇത് പുറത്തുള്ള കുറേ ഫ്ലവേഴ്സൊക്കെയാണ് കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു. പുഴക്കരയിൽ ഇങ്ങനെ ഒരു പാർക്ക്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് കോളിക്കടവ് പാലമാണ് കേട്ടോ. ജബ്ബാർക്കടവ് പാലമാണ്. അത് കണ്ടു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിൻ്റെ സൈഡിലുള്ള പാലത്തിൻ്റെ സൈഡിൽ തന്നെയുള്ള വീഡിയോസാണ് കേട്ടോ. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് വ്യൂസും കൂടി നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്തു. പിന്നെ നമ്മൾ നല്ല ഉച്ച സമയമായിട്ട് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് നല്ല നാടൻ സദ്യ കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിവിടെ കയറി. നല്ല മീൽസിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ചോറാണ് കഴിച്ചത്. ചോറ്, സാമ്പാർ, മീൻകറി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡ്. ചെറിയൊരു ഹോട്ടലാണെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേരും ചോറ് കഴിച്ചു. മറ്റേ മൂന്നാമത്തെ കസിൻ അവൾക്ക് നോമ്പായിരുന്നു, അതുകൊണ്ട് അവൾ മീൽസ് കഴിച്ചില്ല, അവൾ പൊറോട്ടയാണ് കഴിച്ചത്. ഞങ്ങൾ അവിടുന്ന് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും നല്ലൊരു ഞാൻ അവിടെ ഫസ്റ്റ് ടൈം വരുന്നതാണ്. നല്ല ഫുഡായിരുന്നു. നോമ്പായതുകൊണ്ട് പൊറോട്ട, പക്ഷെ മുട്ടക്കറി യൂസ് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് നോമ്പാണ്, നോമ്പിൻ്റെ കൂടെ നോൺ വെജ് ആയിട്ടുള്ള മുട്ടയും കൂടി ഉണ്ട്. അതെന്ത് നോമ്പാണെന്ന് അറിയില്ല, ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ നല്ലതായിരിക്കും.
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ബൈ ബൈ പറഞ്ഞിറങ്ങി. ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇരിട്ടിയിലെത്തി. പിന്നെ ഞങ്ങൾ ടൗണിലെത്തിക്കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത് തിരിച്ച്. അപ്പം ഞങ്ങളൊരു ചെറിയ ലൈമൊക്കെ കഴിച്ചു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. ചോറൊക്കെ കഴിച്ച് ഉച്ച സമയമായപ്പോഴത്തേക്കും വിശന്നായിരുന്നു. ചോറൊക്കെ കഴിച്ച് ടൗണിലെത്തിയ ഉടനെ തന്നെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.